ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ചാൽ ഒരു ഈവനിങ് വ്ളോഗാണ്. ഒരു 4:45 ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എന്ന് വെച്ചാൽ പക്ഷേ ക്ലൈമറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതേ തോന്നില്ല. പക്ഷെ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. പിന്നെ മഴ ആയ കാരണം നാളെ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി. സന്തോഷമായില്ലേ? എനിക്കതിന് സന്തോഷമായില്ല. എന്താ വെച്ചാൽ സ്കൂളും ഇല്ല, മദ്രസും ഇല്ല. ഇതൊക്കെ ആയിട്ടൊരു ജാതിയില്ലായിരിക്കും വീട്ടിലിരിക്കുമ്പോൾ. നമ്മൾ വെക്കേഷനിലൊക്കെ എങ്ങനെയും മദ്രസും സ്കൂൾ തുറക്കാൻ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ കുറേ പഠിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് ലീവാവട്ടെ വിചാരിക്കും. തുറന്നിട്ടല്ലോ. അത് കാരണം നമുക്ക് എനിക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ നല്ല സങ്കടവും എല്ലാം കൂടി ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ മഴ കാരണം പിന്നെ ഡ്രസ്സെല്ലാം അലക്കിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ നല്ല പാടാണ് കേട്ടോ. പുറത്തൊക്കെ വരവരാകളിങ്ങനെ നിവർത്തിട്ടിരിക്കുകയാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയില്ലേ. റൂമിലൊക്കെ നിങ്ങളതിനെ ഒരു 2 റൂം അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ ബുക്സ് വയ്ക്കാനും ബാഗുകളൊക്കെ വയ്ക്കാനും അങ്ങനെയായിട്ടാണ് യൂസ് ചെയ്യാറുള്ള റൂംസ് ഉണ്ട്. അവിടെ കിഴക്ക് കിട്ടിയിട്ട് നിറച്ചും ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. വെച്ചാൽ കുറേ ഡ്രസ്സ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വെള്ളിയാഴ്ച ഇട്ട ഡ്രസ്സ് ഇതുവരെയായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ സ്കൂളിലേക്കിപ്പോൾ എനിക്ക് 3 യൂണിഫോംസൊക്കെ ഉണ്ട്. വെച്ചാൽ മഴ കാരണം ഉണങ്ങണില്ല. പിന്നെ 3 ഉണങ്ങാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 3 ഏതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉണങ്ങിയിട്ടുള്ളത് അതെടുത്ത് ഇസ്തിരി ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവില്ല, കാരണം ഒരു ചെറിയ വെള്ളം പോലെയൊക്കെ ഇതൊക്കെ ഇസ്തിരി ചെയ്തതിനെ പെട്ടെന്ന് പോകും. അതൊക്കെ അങ്ങനെ പോയിട്ടാണ് നമ്മളിപ്പോൾ ഈ മഴയിട്ട് കഷ്ടപ്പെടുന്നത്. അലക്കാന്ന് പറഞ്ഞാൽ അലക്കാൻ ഒന്നുമില്ല. അപ്പം തന്നെ മഴ. സോ എന്ത് പറയാനാ. ഞങ്ങളിവിടെ മുറ്റത്ത് അധികം വെള്ളം കിട്ടിക്കില്ല. വെള്ളം കെട്ടി നിൽക്കില്ല എന്ന് പറയാൻ പറ്റില്ല. വെള്ളം കെട്ടി നിൽക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അധികം ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പോലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ജൂലൈ ഒക്കെ വരെയായിട്ട് മഴയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മഴയത്ത് ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. ആമീൻ. അപ്പോൾ ഇങ്ങനെയായിട്ട് കുറച്ച് വ്ളോഗ്സൊക്കെ വെച്ച് പിന്നെ 6 മണിക്ക് ഞങ്ങൾക്ക് മദ്രസ ഉണ്ട്. ഇന്നലെ അങ്ങനെ മദ്രസ തുറന്നു. ഇന്ന് മദ്രസ, നാളെ മദ്രസയില്ല. അങ്ങനെ ആയിട്ടാണ് മദ്രസകളിലൊക്കെ. ഇന്നലെയാണ് തോന്നുന്നത്, ഇന്നലെ 14-ാം തീയതി. ഇന്നലെ തുറന്നു, ഇന്നലെ പോയി, ഇന്ന് പോയി, നാളെ ഇന്ന് പോയിട്ടില്ല, പോണ്. പിന്നടുത്ത നാളെ ലീവ്. നാളെ അങ്കണവാടി വരെ. അങ്കണവാടിക്കൊന്നുമില്ല. പിന്നെ നേഴ്സറി പിള്ളേർക്കും ട്യൂഷൻ ക്ലാസ്, മദ്രസ, സ്കൂള് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കോളേജ് അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ അവധിയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് കേട്ടോ. അതായത് ടർണിയിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബൈ.